നമസ്കാരം. പതിരും കതിരും. ആന്റണി രാജു എന്ന അണ്ടർവെയർ പ്രിൻസിൻ്റെ വിക്രിയയിൽ തട്ടി ശരിക്കും നാണം കെട്ടുകൊണ്ടായിരുന്നു ഇടതിൻ്റെ പുതുവർഷ തുടക്കം. കോലിൽ കുത്തിയ ബഹുവർണ്ണ ഷഡ്ഡികൾ കണ്ട് കണ്ണു തുറന്ന പിണറായി വിജയൻ്റെ 2026 അത്ര ശോഭനമാണെന്ന് തോന്നുന്നില്ല. ക്യാപ്സൂൾ വിഴുങ്ങികളായ ന്യായീകരണ സഖാക്കൾ ഓരോരുത്തരായി പാർട്ടി വിട്ടുപോകുന്നു. പിണറായി സ്നേഹം വഴിഞ്ഞൊഴുകിയ നാവുകൊണ്ട് CPMൻ്റെ മഹിമകൾ പാടി മനുഷ്യനെ വെറുപ്പിച്ച ലൂക്കോ ഒറ്റ ചാട്ടത്തിന് BJP ആയല്ലോ. ഇടതു നിരീക്ഷക ജീവിതം അവസാനിപ്പിച്ച ഹസ്കർ വക്കീൽ രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമായി മാറുന്നു. മറ്റൊരു അൾട്ടിമേറ്റ് അന്തമായി ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അഡ്വക്കേറ്റ് പ്രിജി വസീഫ് എന്ന DYFI നേതാവിൻ്റെ പരിഹാസത്തിന് മറുപടി പറയേണ്ടി വരുന്നു. വസീഫിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ആരാണ് ഇടതു നിരീക്ഷകൻ? ആരാണ് ആ പദവി കൊടുത്തത്? നിരീക്ഷകൻ പാർട്ടിക്കകത്താണോ പുറത്താണോ? നിരീക്ഷക പദവി കിട്ടാൻ എന്തു ചെയ്യണം? ഇതൊക്കെയായിരുന്നു വസീഫിൻ്റെ ന്യായമായ സംശയങ്ങൾ. ഇതിന് മറുപടിയായി പ്രിജി ഇങ്ങനെ കുറിച്ചു: അവതാരകൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കൊത്തിക്കീറാനായി ഒറ്റയ്ക്കിരുന്ന് കൊടുക്കുന്ന രക്തസാക്ഷിയാണ് ഇടതു നിരീക്ഷകൻ. വിവരദോഷം മാത്രം വിളമ്പി ശീലിച്ച വസീഫിനെ പോലെയുള്ള ഡിങ്കിരിവാലന്മാർക്ക് മറ്റൊരു മറുപടി കൂടി കൊടുത്തു പ്രിജി. കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്ര വയലാറിലും ജീവൻ കളഞ്ഞവരും ത്യാഗം അനുഭവിച്ചവരും പാർട്ടിക്കകത്താണോ പുറത്താണോ? തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ചും പോലീസ് മർദ്ദനമേറ്റ് ചോര തുപ്പിയും പാർട്ടിയെ വളർത്താൻ സ്വന്തം ജീവിതം സമർപ്പിച്ചവർക്കെല്ലാം ഘടകമുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇടതു നിരീക്ഷകനായി വന്നിരുന്ന പിണറായിയെയും പാർട്ടിയെയും സേവിച്ചവർക്കെല്ലാം കമ്മിച്ചാവേറുകൾ വയറ് നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം പിണറായി വിജയനെ ചത്തുകിടന്ന് ന്യായീകരിച്ചതിൻ്റെ കൂലിയാണ് ഇപ്പോൾ അവർ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. കമ്മികളെല്ലാം BJPയിലേക്ക് ചാടുകയാണല്ലോ. ഇടുക്കിക്കാരൻ മുൻ MLA S രാജേന്ദ്രൻ CPM വിട്ട് BJPയിലേക്ക് ചേരാൻ പോകുന്നു. 1 മാസത്തെ സാവകാശം ചോദിച്ച് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അപ്പുറത്തേക്ക് ചാടാൻ. മണിയാശാൻ 1, 2, 3 പറഞ്ഞ് തട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഈ S രാജേന്ദ്രൻ 1 മാസം കഴിഞ്ഞ് BJP ആകും. പാർട്ടിയെ ന്യായീകരിക്കാൻ വന്ന് നാട്ടുകാർക്ക് മുമ്പിൽ സ്വയം നാറിയവരാണ് ഇടതു നിരീക്ഷകർ. വല്ല പ്രയോജനവും ഉണ്ടായോ? ഇല്ല. ലൂക്കോസും ഹസ്കറും പ്രിജിയും മാത്രമല്ല, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചവരൊക്കെ സൈബർ വെട്ടുകളികളുടെ ആക്രമണത്തിന് വിധേയരായി. പാർട്ടി അടിമകളുടെ പണി ഇടതു നിരീക്ഷകന്മാർ ഏറ്റെടുത്തതിൻ്റെ കുഴപ്പമാണിത്. CPM വല്ല കൈനീട്ടമോ അവശ്യ കലാകാരന്മാർക്കുള്ള പെൻഷനോ ഇവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. ആണ്ടിലൊരിക്കലെങ്കിലും പിണറായി വിജയൻ ഇവരെ വിളിച്ച് ക്ലിഫ് ഹൗസിൻ്റെ മുറ്റത്ത് കുഴികുത്തി കഞ്ഞി വിളമ്പേണ്ടതായിരുന്നു. വർഷത്തിലൊരിക്കൽ ഇവരെ വിളിച്ച് ദീപാവലിക്കോ വിഷുവിനോ തേച്ചു കുളിക്കാൻ എണ്ണയും കൈനീട്ടവും കൊടുക്കണമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. പൗരപ്രമുഖർക്ക് നൽകുന്ന പ്രാധാന്യം പോലും ഈ ഇടതു നിരീക്ഷകർക്ക് പാർട്ടി നൽകിയില്ല. നിങ്ങളുടെ മകൾക്ക് വേണ്ടിയും മകനു വേണ്ടിയും എന്തിനേറെ ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴിക്ക് വേണ്ടി വരെ വാദിച്ചവരാണ് ഈ പാപങ്ങൾ. ഇപ്പോൾ പാർട്ടിക്ക് ഇവരൊക്കെ വഴിപോക്കരാണ്. എത്രയോ കാലം കൊണ്ട് കുലത്തൊഴിൽ പോലെ വിടുപണി ചെയ്തവരായിരുന്നു ഇടതു നിരീക്ഷകർ. ഇടതിലെ തടങ്കൽ പാളയത്തിൽ നിന്നും ഞൊടിനേരം കൊണ്ട് BJP ആയ റെജി ലൂക്കോസിനെ പറ്റി നടൻ ജോയി മാത്യു പറഞ്ഞതാണ് രസം. ഈ മഹാത്മാവിനെ ഏറ്റുവാങ്ങിയ ആർഷ ഭാരത പാർട്ടിക്ക് ആശംസകൾ. ഭീമൻ രഘുവിനും സന്ദീപ് വാര്യർക്കും പകരമായി കിട്ടിയ മുത്താണ് BJPക്ക് റെജി ലൂക്കോസ്. അദ്ദേഹത്തെ നാളെ മുതൽ BJP ചർച്ചയ്ക്ക് വിട്ടിരുന്നെങ്കിൽ നന്നായേനെ. ഉളുപ്പില്ലാതെ ഇങ്ങനെ ഇറങ്ങി വരുന്നവരെ കെട്ടിപ്പിടിച്ച് ഷാൾ അണിയിക്കുന്ന ഇതിൻ്റെയൊക്കെ സംസ്ഥാന നേതാക്കന്മാരെ കണ്ടാൽ കുളിക്കണം. മുണ്ടു മാറി ഉടുക്കാനുള്ള സമയമെങ്കിലും ഈ കാലുമാറ്റക്കാർ എടുക്കേണ്ടതല്ലേ? അതുമില്ല. ഉടുത്ത മുണ്ട് സഹിതം അങ്ങ് പാർട്ടി മാറുകയാണ്. ഇടതു നിരീക്ഷകരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു സ്വയരക്ഷയ്ക്കായി. നിരീക്ഷകർ പാർട്ടി വിടുന്നതിൻ്റെ ക്ഷീണം ഒരിടത്ത്, CPMൻ്റെ ദേവസ്വം കള്ളന്മാർ അകത്ത് കിടക്കുന്നതിൻ്റെ ക്ഷീണം വേറൊന്ന്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ ദുഃഖം പറഞ്ഞറിയിക്കാൻ ഇനിയും കഴിയാത്തതാണ്. ഇതൊക്കെ കണ്ട് മനോവീര്യം തകർന്ന അടിമകൾക്ക് അല്പം ആശ്വസിക്കാൻ വക നൽകുന്നത് താഴമൺ തന്ത്രിയുടെ അറസ്റ്റാണ്. പിണറായി പണ്ടേ ഉന്നിവെച്ചതായിരുന്നു ഈ തന്ത്രിയെ. ശബരിമല സമരകാലത്ത് പിണറായി വിജയൻ ഈ തന്ത്രിയെപ്പറ്റി പറഞ്ഞത് ഉടുമുണ്ടിൻ്റെ കോന്തലയിൽ താക്കോൽ കൂട്ടവുമായി നടക്കുന്നവരെല്ലാം വലിയ അധികാരത്തിലാണെന്ന് വിചാരിക്കരുത് എന്നായിരുന്നു. എന്തായാലും തന്ത്രിക്കൊപ്പം അകത്ത് കിടന്ന മകരവിളക്ക് കാണാനുള്ള അസുലഭമായ അവസരമാണ് കോപ്പർ പപ്പനും ചെമ്പുവാസുവിനും മുരാരിക്കും പോറ്റിക്കുമൊക്കെ കൈവന്നിരിക്കുന്നത്.